നമസ്കാരം, ഞാൻ റോസ്മേരി ആന്റണി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഒരു ടോപ്പിക് ഗ്രീഫിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ ഒരു ഗ്രീഫ് എന്ന് പറഞ്ഞാൽ? നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം, ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു വേദന, അത് കടന്നു പോകുന്ന ഒരവസ്ഥ, അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റീസെൻ്റ്ലി വളരെ വേണ്ടപ്പെട്ട ഒരു മരണം കേൾക്കാനിടയായി. അപ്പോൾ അവർ ആ മരണത്തെക്കുറിച്ച് സംസാരിക്കുകയും അവരുടെ ആ ഒരു ഗ്രീഫിൻ്റെ ഭാഗമാവാനും ഒക്കെ സാധിച്ചപ്പോൾ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഗ്രീഫ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലൂസിങ് സംവൺ, ഇറ്റ് ക്യാൻ സ്റ്റെം ഫ്രം വേരിയസ് ഫോംസ് ഓഫ് ലോസ്. അതായത് ഒരാൾ ജീവനോടെ ഇരിക്കുമ്പോൾ അദ്ദേഹം മരിച്ചു പോകുന്നത് മാത്രമല്ല, ആ സമയത്ത് മാത്രമല്ല നമ്മൾ ഈ ഒരു ഗ്രീഫ് അല്ലെങ്കിൽ ഈ ഒരു ദുഃഖത്തിലൂടെ കടന്നു പോകുന്നത്. ജീവിതത്തിൽ മനുഷ്യൻ പല രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഗ്രീഫിലൂടെ കടന്നു പോവാറുണ്ട്. ചിലപ്പോൾ ചില ബ്രേക്കപ്പ്സ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജോലി നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈഫിൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ തോന്നുമ്പോൾ ഒക്കെ ഈ ഗ്രീഫ് നമുക്ക് കടന്നുകൂടാറുണ്ട് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഡീപ്ലി പേഴ്സണലി എല്ലാവർക്കും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് പലവരും ഈ ഗ്രീഫ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു റിസർച്ച്, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ 2022 നടത്തിയൊരു പഠനമുണ്ട്. ആ പഠനത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ഗ്രീഫ് അഫക്ട്സ് ഹ്യൂമൻസ് ഇമോഷണലി, മെൻ്റലി, ഫിസിക്കലി. ഇത് ഈ പഠനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇത്തരം സാഹചര്യത്തിൽ ഒരു മനുഷ്യനെ വളരെയധികം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തിലുള്ള ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റിംഗ് ഫീലിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട് എന്നുള്ളതാണ്. സ്റ്റേജസ് ഓഫ് ഗ്രീഫ്. ഒരു ട്രഡീഷണൽ 5 സ്റ്റേജസ് ഓഫ് ഗ്രീഫ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫേമസ് എലിസബത്ത് കുബ്ലർ-റോസ് പറഞ്ഞ ഒരു ട്രഡീഷണൽ 5 സ്റ്റേജസ് ഉണ്ട്. ഡിനയൽ, ആങ്കർ, ബാർഗെയിനിങ്, ഡിപ്രഷൻ ആൻഡ് അക്സെപ്റ്റൻസ്. ഇത് നമ്മളെപ്പോഴും കേട്ട് പരിചയമുള്ള സ്റ്റേജസ് ആണ്. പക്ഷേ ദീസ് സ്റ്റേജസ് ഡോണ്ട് ഹാപ്പൻ ഇൻ ഓർഡർ. ഇത്തരം സ്റ്റേജസ് നമുക്ക് അറിയാമെങ്കിലും പലപ്പോഴും പലവരും വിചാരിക്കുന്നത് ഒരാൾ മരിച്ചു പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ട് വരുമ്പോഴോ ഒക്കെ ഈ സ്റ്റേജസിലൂടെ എല്ലാം ഓർഡർ വൈസ് നമ്മൾ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സ്റ്റേജസ് ഒന്നും ഓർഡറായിട്ട് പോയില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നോട്ട് എവ്രി വൺ എക്സ്പീരിയൻസ് ഓൾ ഓഫ് ദം. വേറൊരു പഠനം പറയുന്നത് ഈ 5 സ്റ്റേജസിലൂടെ എല്ലാവരും പോകണം എന്ന് നിർബന്ധവും ഇല്ല. എല്ലാവരും അവസാനത്തെ ഒരു സ്റ്റേജ് അക്സെപ്റ്റൻസ് എന്നുള്ള ലെവലിലേക്ക് എത്തപ്പെടണം എന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ്. ഇതെല്ലാം വന്നു പോകുന്നൊരു വേവ്സ് പോലെയാണ്. ചിലപ്പോൾ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഫീൽ ചെയ്യും, ചിലപ്പോൾ അത് നമ്പായിട്ട് തന്നെ ഇരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗ്രീഫ് ഇസ് എ ഹൈലി ഇൻഡിവിജ്വൽ പ്രോസസ്സാണ്. എല്ലാ മനുഷ്യർക്കും അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന് ഒരു കേസ് സ്റ്റഡി പറയാം. അതെങ്ങനെയാണ്? പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടി, അവരുടെ ഫാദർ മരിക്കുകയും വീട്ടിലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. ആ പെൺകുട്ടി പറഞ്ഞത് ഇതാണ്: എൻ്റെ ഫാദർ മരിച്ചതിന് ശേഷം എനിക്കൊന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ അതിനെ ഓർത്തൊന്ന് വിഷമിക്കാനോ, മറ്റെല്ലാവരും കരയുമ്പോൾ, എല്ലാവരും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതൊന്നും ഉൾക്കൊള്ളാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല. പക്ഷേ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അന്ന് മുതൽ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഐ വാസ് സോ ക്ലോസ് ടു മൈ ഫാദർ. പക്ഷെ എനിക്ക് എൻ്റെ ഫാദറിന് വേണ്ടി കരയാനോ അല്ലെങ്കിൽ ഫാദർ ഇല്ല എന്നുള്ളൊരവസ്ഥ ഉൾക്കൊള്ളാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. 1 വർഷം കഴിഞ്ഞിട്ടും ഷീ ഫീൽസ് നംബ്. അപ്പം നമ്മൾ വിചാരിക്കരുത് എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ഗ്രീഫ് പോകുമെന്നുള്ളത്. റിസർച്ചേഴ്സ് പറയുന്നത് ഇത്തരം ഒരു ചിലപ്പോൾ എല്ലാവർക്കും ഒരു വിഷമം തോന്നണമെന്ന് നിർബന്ധമില്ല. അതോടൊപ്പം തന്നെ ഡ്യൂറിങ് സെഷനിൽ അവർ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ, ചില സിറ്റുവേഷൻസ് കാണുമ്പോൾ, ചില മെമ്മറീസ് അവർ ഫാദറായിട്ടുള്ളത് ഓർക്കുമ്പോൾ മാത്രം അവർ വിഷമിക്കുകയും കരയുകയും ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ റിസർച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ദീസ് വേവ്സ് ഓഫ് ഇമോഷൻസ് ആർ നോർമൽ. നമ്മൾ ഇരുന്ന് കുറച്ച് കരഞ്ഞു, പിന്നെ ദേഷ്യം വന്നു, പിന്നെ ഡിനയൽ വന്നു, അങ്ങനെ പോകണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. എല്ലാവർക്കും ഡിഫറെൻറ്റ് രീതിയിലാണ് ഓരോ ഗ്രീഫും കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഗ്രീഫ് ഇസ് നോട്ട് ഓൺലി അബൌട്ട് ലൂസിങ് പീപ്പിൾ. ഒരാൾ ഇല്ലായ്മയിൽ മാത്രമല്ല ഇത്തരം ഗ്രീഫ് ഒരു മനുഷ്യനുണ്ടാവുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കാണ്ട് വരുമ്പോൾ, നമുക്കിഷ്ടപ്പെട്ട വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ട് വരുമ്പോൾ,
ചില വ്യക്തികൾക്ക് ലൂസിങ് റൂട്ടീൻസ്, അവർ ചെയ്തുകൊണ്ടിരുന്ന കറക്റ്റായിട്ടുള്ള റൂട്ടീൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ, ഡ്രീംസ് ഇല്ലാണ്ടാകുമ്പോൾ, ജീവിതത്തിൽ സ്റ്റെബിലിറ്റി പോകുമ്പോൾ ഒക്കെ ഈ ഗ്രീഫ് അനുഭവപ്പെടാറുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു കേസ് പറയാം. ഒരു ക്ലയൻറ്റ്, അദ്ദേഹത്തിന് ഒരു 32 വയസ്സുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടത് അവരൊരു ബ്രേക്കപ്പിലൂടെ പോകുന്ന ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ റിലേഷൻഷിപ്പ് എൻഡായി. ഡ്യൂറിങ് സെഷനിൽ അവർ പറഞ്ഞത് ഇങ്ങനെ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ലൂസിങ് ഹെർ, ഇറ്റ് വാസ് ലൂസിങ് ഹോപ്പ്, ഡ്രീംസ്, പ്ലാൻ. വി ബോത്ത് ഹാവ് പ്ലാൻഡ് സോ മച്ച് ഫോർ ദ ഫ്യൂച്ചർ. എൻ്റെ ലൈഫിലേക്കുള്ള ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു അവരുമായിട്ട്. ഇനി അത് നടക്കില്ലല്ലോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം പറയുന്നത് ഗ്രീഫ് ക്യാൻ ഹാപ്പൻ വെൻ ഈവൻ ദ പേഴ്സൺ ഓർ സിറ്റുവേഷൻ സ്റ്റിൽ എക്സിസ്റ്റ്. അവിടെ ആ പേഴ്സൺ ഇപ്പോഴും ജീവനോടെ ഉണ്ട്, സിറ്റുവേഷൻസും ഉണ്ട്, എന്നിട്ടും ആ വ്യക്തി ഗ്രീഫിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഹൗ ടു കോപ്പ് വിത്ത് ഗ്രീഫ്? ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാലും, മരിച്ചു പോയാലും, നമ്മുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി ഇല്ലാണ്ടായാലും എങ്ങനെയാണ് ഈ വേദനയെ മറികടക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വേദനാജനകമായിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് കടന്നു പോവാനായിട്ട് എല്ലാവർക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ ഇതിന് ടൈം എടുക്കേണ്ട ഒരവസ്ഥയുമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ തന്നെ കുറച്ച് ആക്റ്റീവായിട്ട് കുറച്ച് മുൻകരുതലുകൾ എടുത്ത് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് തിങ്, ഫീലിംഗ് യുവർ ഇമോഷൻസ്. അതിനെ അവോയ്ഡ് ചെയ്യാതെ അല്ലെങ്കിൽ മറികടക്കാതെ ആ ഇമോഷൻസിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. കാരണം നമ്മൾ നമ്മുടെ ഫീലിങ്സിനെ, ഇമോഷൻസിനെ ഫീൽ ചെയ്യാതെ അതിനെ ഇഗ്നോർ ചെയ്യുമ്പോൾ നമ്മളത് അഡ്രസ്സ് ചെയ്യുന്നില്ല, നമ്മളത് സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അതിന് ഒരു സപ്പോർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് നമ്മളിത് നോർമലാണ്, ഇത്തരം വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇതിനെ കൂടി മുറുകെ പിടിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു നോർമൽസിയിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഗ്രീഫ് റിക്കവറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ റിസർച്ചിൽ അവർ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു 40% ഓഫ് ആളുകൾക്കും അവരുടെ ഗ്രീഫ് പ്രോസസ്സിനെ കുറിച്ചിട്ട്, അവരുടെ മരണപ്പെട്ട അവസ്ഥയോ അല്ലെങ്കിൽ അവരുടെ ആ ദുഃഖത്തെ കുറിച്ചിട്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ അവർക്ക് റിലീഫ് കിട്ടിയതായിട്ട് ആ പഠനം പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇമോഷൻസ് ഫീൽ ചെയ്യുകയും അതോടൊപ്പം മറ്റൊരാളോട് നമ്മുടെ ബേർഡൻ ഇറക്കി വെക്കാനും അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കൗൺസിലിങ്ങിലൂടെയും നമുക്ക് പോകാൻ കഴിയണം എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ് ടൈം ഹീൽസ് ഓൾ വൂൺസ് എന്നുള്ളത്. ഇറ്റ്സ് എ കോമൺ ബിലീവ് ദാറ്റ് ഓൾ നമ്മുടെ എല്ലാ വിഷമങ്ങളും എന്താ പറയുക, ടൈം ഹീൽ ചെയ്യും എന്നുള്ളതാണ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് എൻറ്റയർലി ട്രൂ. സമയം ഒറ്റയ്ക്ക് നമ്മുടെ എല്ലാ വേദനകളും മാറ്റുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിതിന് ഇത്തരം വിഷമങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ വി ഹാവ് ടു ആക്റ്റീവ്ലി വർക്കിംഗ് ത്രൂ ദീസ് ഇമോഷൻസ്. കാരണം കണക്ഷൻസ് വേണം, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ മീനിങ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. ദ ഫാക്ടേഴ്സ്, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാനും നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും ബേസ്ഡ് ഓൺ ഇതെല്ലാം കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്സ് മുന്നോട്ടെടുക്കാനും സാധിക്കണം. ആ ഒരു പ്രോപ്പർ ആക്ഷനിലൂടെ മാത്രമാണ് നമുക്കൊരു ഗ്രീഫ് അല്ലെങ്കിൽ ടൈം വെച്ചിട്ട് നമ്മുടെ ഒരു വേദന മറികടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ സമയം കൊണ്ടിട്ട് മാത്രം നമുക്ക് നമ്മുടെ ഒരു വേദനയെ മറികടക്കാം എന്ന് വിചാരിക്കരുത്. സപ്പോർട്ടിങ് സംവൺ ഹു ഈസ് ഗോയിങ് ത്രൂ ഗ്രീവിങ്. ഏതെങ്കിലും ഒരു നമ്മുടെ സുഹൃത്തോ ഏതെങ്കിലും ഒരു ഫ്രണ്ടോ ഈ ഗ്രീവിങ്ങിലൂടെ പോവുകയാണെങ്കിൽ അവരെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഒരുപാട് ഉപദേശങ്ങളോ അവരോട് അഡ്വൈസ് ചെയ്യുന്നതിലോ അല്ല കാര്യം. നമ്മുടെ പ്രസൻസ് ആണ് ഏറ്റവും വലിയൊരു കാര്യം, നമ്മുടെ വാക്കുകളേക്കാൾ കൂടുതൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർക്കൊരു സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും അത് വളരെയധികം ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് അവർ പോകുന്നത് എന്ന് മനസ്സിലാക്കി ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്ത് അവരുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ബി പ്രസൻറ്റ്, ലിസൺ ദം വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. ഇതിലൂടെ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും ഇതൊരു ഹീലിങ്ങിനെ കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഗ്രീഫ്
is a personal. There is no right way or timeline to process it. ചില വ്യക്തികൾ ഒരു മാസം കൊണ്ടിട്ടോ 2 മാസം കൊണ്ടിട്ടോ ഓവർകം ചെയ്തേക്കാം. ചില വ്യക്തികൾ വർഷങ്ങളും കാലങ്ങളും എടുത്തേക്കാം ഈ ഒരു ഗ്രീഫിലൂടെ കടന്നു പോവാൻ. ഇറ്റ്സ് ഓക്കെ ടു സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് വെൻ ഓവർവെൽംഡ്. താങ്ക് യു.